ഏവർക്കും നമസ്കാരം. നവഗ്രഹങ്ങളിൽ ഈശ്വര പദവി കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരേയൊരു ഗ്രഹമാണ് ശനീശ്വരൻ. അതും സാക്ഷാൽ മഹാദേവനാണ് ഈ ഈശ്വര പദവി ശനിക്ക് നൽകിയത്. മന്ദഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനി പൊതുവെ അറിയപ്പെടുന്നത് മന്ദൻ എന്ന പേരിലാണ്. ശനി ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ കർമ്മവിജയം, വിദ്യാഗുണം, ദാമ്പത്യസുഖം, ഊർജം, ഉത്സാഹം, ആത്മവിശ്വാസം, മനോബലം, നേതൃഗുണം, സാമ്പത്തികമായ ഉയർച്ച, സുഖം, മനസ്സമാധാനം, ആത്മീയമായ ഉന്നതികൾ, ഈശ്വരവിശ്വാസം, ധർമ്മപ്രവർത്തികൾ, സാത്വികമായ ചിന്തകൾ തുടങ്ങിയ മഹാഭാഗ്യവും ശ്രേഷ്ഠചിന്തകളും രാജയോഗപ്രദമായ ഗുണാനുഭവങ്ങളും പകർന്ന് നൽകുന്നു. എന്നാൽ അനിഷ്ടനായ ശനി സർവകാര്യ പരാജയം, നാശനഷ്ടങ്ങൾ, രോഗദുരിതങ്ങൾ, കലഹം, അപവാദം, ധനനഷ്ടം, മാനഹാനി എന്നിവയെയും വിതയ്ക്കുന്നു. നവഗ്രഹങ്ങളുടെ ശ്രേണിയിൽ പെടുന്നത് ആണെങ്കിലും തമോഗ്രഹങ്ങൾ, ഛായാഗ്രഹങ്ങൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 2 ഗ്രഹങ്ങളുണ്ട്. അവയാണ് രാഹുകേതുക്കൾ. മറ്റു ഗ്രഹങ്ങൾ എല്ലാം മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ പുറകോട്ടാണ് സഞ്ചരിക്കുക. പൊതുവെ രാഹുകേതുക്കളെ പാപന്മാർ, ക്രൂരന്മാർ എന്നീ ഗണങ്ങളിലാണ് പെടുത്തുന്നത്. എങ്കിലും ഇഷ്ടഭാവങ്ങളിൽ ശുഭദായകരായി സഞ്ചരിക്കുമ്പോൾ ഇവർ വളരെയധികം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. ശനിവത് രാഹു എന്നൊരു ചൊല്ലുണ്ട്. അതായത് ശനിയെയും രാഹുവിനെയും ഒരുപോലെ കരുതണം എന്ന അർത്ഥം. രാഹുവും ശനിക്കും തമ്മിൽ ചില സാമ്യതകൾ ഉണ്ട് താനും. രാഹുവിൻ്റെ പ്രിയപ്പെട്ട ദിവസം ശനിയാഴ്ച ആണ്. രാഹുവിൻ്റെ പ്രിയപ്പെട്ട നിറം ശനിയുടെ നിറങ്ങളായ കറുപ്പും നീലയും ആകുന്നു. ദശാകാലങ്ങൾക്ക് പോലുമുണ്ട് ഒരു സാദൃശ്യം. ശനി ദശാകാലം 19 വർഷമാണ് എങ്കിൽ രാഹു ദശാകാലം 18 വർഷമാണ്. മാർച്ച് മാസം 29-ാം തീയതി മുതൽ ശനി കഴിഞ്ഞ 2.5 വർഷമായി സഞ്ചരിച്ചു പോന്ന കുംഭരാശിയിൽ നിന്നും മാറി മീനത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയുള്ള 2.5 വർഷക്കാലം ശനി മീനത്തിലായിരിക്കും സഞ്ചരിക്കുക. കഴിഞ്ഞ 1.5 വർഷമായി രാഹു സഞ്ചരിക്കുന്നതും ഇതേ മീനരാശിയിൽ തന്നെയാകുന്നു. ഇനി മെയ് 18-നാണ് രാഹു മീനം രാശിയിൽ നിന്നും രാശി മാറുക എന്ന് അറിയുക. അതായത് മാർച്ച് 29-ാം തീയതി മുതൽ മെയ് 17-ാം തീയതി വരെയും ശനിയും രാഹുവും മീനരാശിയിൽ, അതായത് ഒരേ രാശിയിൽ സഞ്ചരിക്കുന്നു. ഈ സംഗമം ജ്യോതിഷപരമായി വളരെ അപൂർവമായ ഒരു സംഗമം ആകുന്നു. 50 ദിവസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ശനി രാഹു യോഗം വളരെ കാലത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. ഈ അപൂർവ സംഗമം ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യവും നേട്ടങ്ങളും നൽകുന്നു. എന്നാൽ ചില രാശിക്കാർക്ക് ഈ സംഗമം ദോഷകരമായും ഭവിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ നാം വിശകലനം ചെയ്യുന്നത് ഈ ശനി രാഹു യോഗത്താൽ ശനിയുടെയും രാഹുവിൻ്റെയും നേട്ടങ്ങൾ ഇരട്ട നേട്ടങ്ങളായി ലഭിക്കുന്ന 3 രാശിക്കാരെക്കുറിച്ചാണ്. അതായത് ഈ 3 രാശികളിൽ പെടുന്ന 9 നക്ഷത്രക്കാർക്ക് ശനിയും രാഹുക്കളും ചൊരിയുന്ന അനുഗ്രഹം ഒരുപോലെ സിദ്ധിക്കുന്നു. രാഹുവിൻ്റെയും ശനിയുടെയും ഈ അപൂർവ യോഗത്താൽ ഏറ്റവും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന രാശിക്കാർ ഇടവക്കൂറുകാരാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ശനിയും രാഹുവും ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11-ാം ഭാവത്തിലാണ് സംഗമിക്കുന്നത്. ഈ 11-ാം ഭാവം എന്നത് ശനിയുടെയും രാഹുവിൻ്റെയും ഏറ്റവും ഇഷ്ടഭാവവും ആകുന്നു. 11-ാം ഭാവം എന്നത് ധനാഗമങ്ങളുടെയും ഭാവം ആണ്. അതായത് ശനി 11-ൽ സഞ്ചരിക്കുമ്പോൾ അത് സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി, പ്രതാപം, കീർത്തി, അംഗീകാരം, കർമ്മപുഷ്ടി, ദാമ്പത്യ സൗഖ്യം എന്നിവയെ എല്ലാം നൽകുന്നു. ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അത് ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുന്നു. കൂടാതെ ശനി എന്നത് ഇടവക്കൂറുകാരുടെ 9-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമാകുന്നു. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ തന്നെയാകുന്നു. ഭാഗ്യാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യത്തിന് വളരെയധികം വർധനവിനെ നൽകും. ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷവും ഗുരുകടാക്ഷവും ഇവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഇക്കാലയളവിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ധനലാഭം, ഉദ്യോഗലബ്ധി, വിവാഹം എന്നിവ വന്നു ചേരാനുള്ള സാധ്യതകൾ ഏറെയാകും. കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ 10-ാം ഭാവാധിപനും ആകുന്നു. 10-ാം ഭാവം എന്നത് തൊഴിൽ രംഗം, കർമ്മരംഗം, ഉദ്യോഗം എന്നിവയെ കുറിക്കുന്നതിനാൽ ഇവരുടെ കർമാധിപനും ശനിയാകുന്നു. കർമാധിപന് ഇഷ്ടഭാവങ്ങളിൽ പുഷ്ടി ലഭിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി, ജോലിസ്ഥലത്ത് അംഗീകാരം, പ്രമോഷൻ, മേലധികാരികളുടെ പ്രീതി, സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവ ഉണ്ടാകുന്നു. കൂടാതെ ബിസിനസ്, ഭൂമിക്രയ വിക്രയങ്ങൾ എന്നിവയിലും ഈ സമയത്ത് പുരോഗതിയും ലാഭവും ഇവർക്ക് കൈവരിക്കാൻ ആകും. രാഹുവും 11-ൽ നിൽക്കുന്നത് അനുഗ്രഹങ്ങളെ വർഷിക്കുന്നുവെന്ന് അറിയുക. അംഗീകാരം, ധനധാന്യ സമൃദ്ധി, പ്രതാപം, നിക്ഷേപങ്ങൾക്ക് ഉയർച്ച, അഭീഷ്ട സാഫല്യം എന്നിവയെ
11 കൂടി സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രദാനം ചെയ്യും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ ഏറെ അനുയോജ്യമായ സമയമാണ് ഈ കാലയളവ് എന്ന് അറിയുക. കൂടാതെ ഓഹരി വിപണി, ചിട്ടി, ലോട്ടറി തുടങ്ങിയ അപ്രതീക്ഷിതമായ ധനാഗമം രാഹു 11 ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാറുണ്ട്. ഒരിക്കലും തനിക്ക് ലഭിക്കില്ല എന്ന് കരുതുന്ന ചില അവസരങ്ങൾ, ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ എന്നിവയും രാഹു പൊടുന്നനെ നൽകാറുണ്ട്. രണ്ടാമതായി, ശനിയുടെയും രാഹുവിൻ്റെയും ഈ അപൂർവ സംഗമത്തിൻ്റെ ഗുണാനുഭവങ്ങൾ നുകരാൻ ഭാഗ്യമുള്ള രാശിക്കാർ തുലാക്കൂറുകാരാണ്. ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 6ാം ഭാവത്തിലാണ് ശനിയും രാഹുവും സംഗമിക്കുന്നത്. 6ാം ഭാവം എന്നത് രോഗം, ശത്രുക്കൾ, ചെലവുകൾ, പാഴായി പോകുന്ന യാത്രകൾ, അലച്ചിലുകൾ, ദുരിതങ്ങൾ, ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുന്നു. പ്രധാനമായും ശത്രുവിജയം നൽകുന്നു. ശത്രുക്കൾ എല്ലാം ഈ സമയത്ത് നിഷ്പ്രഭർ ആകുന്നു. ശനി 6ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ഇവർക്ക് ലഭിക്കും. കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും. കടബാധ്യതകൾ, രോഗം എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് മോചനം ലഭിക്കും. ഉണർവ്, ഉന്മേഷം എന്നിവയും ശനി 6ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു. നേതൃപാടവം, നായകത്വം എന്നിവ ഇവർക്ക് വളരെയധികം വർദ്ധിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ ശോഭിക്കാനാകും. കുടുംബത്തിൽ ഏറെ സന്തോഷം, ക്ഷേമം, ഐശ്വര്യം എന്നിവയും ഉണ്ടാകും. കൂടാതെ ശനി എന്നത് തുലാക്കൂറുകാരുടെ 4ഉം 5ഉം ഭാവാധിപൻ ആകുന്നു. 4ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ സുഖം, കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല ബന്ധം, ഐക്യം, ബന്ധുമിത്രാദികളുമായി സഹകരണം എന്നിവയെല്ലാം ഇക്കാലത്ത് ഉണ്ടാകും. കൂടാതെ ഈ കൂറുകാരുടെ 5ാം ഭാവാധിപനും ശനിയാകയാൽ സന്താനഭാഗ്യം, സന്താനങ്ങൾക്ക് സൗഖ്യം, വിദ്യാപുരോഗതി, ഉദ്യോഗലബ്ധി, ശാരീരിക മാനസിക സുഖങ്ങൾ എന്നിവയെല്ലാം ശനി ഇവർക്ക് പ്രദാനം ചെയ്യും. 5ാം ഭാവാധിപൻ ഇഷ്ടദായകൻ ആകുമ്പോൾ അത് ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹം, ഈശ്വരകടാക്ഷം എന്നിവയെയും നൽകുന്നു. 6ാം ഭാവം എന്നത് രാഹുവിൻ്റെയും ഇഷ്ടഭാവമാകുന്നുവെന്ന് അറിയുക. അതുകൊണ്ട് തന്നെ 6ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും ശത്രുക്കളുടെ മേൽ വിജയം നേടുവാൻ സഹായിക്കുന്നു. കൂടാതെ രാഹു 6ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും മോചനവും നിവൃത്തിയും കൈവരുന്നു. ശത്രുക്കൾ നിഷ്പ്രഭർ ആകുകയും അവർ മിത്രങ്ങൾ ആകുകയും വരെ ചെയ്യുന്ന അനുഭവം രാഹു 6ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാറുണ്ട്. കൂടാതെ രോഗമുക്തി, ആരോഗ്യപുഷ്ടി, കുടുംബത്തിൽ സൗഖ്യം, സമൂഹത്തിൽ അംഗീകാരം, ജനസമ്മിതി, കർമ്മപുഷ്ടി എന്നിവയെല്ലാം 6ൽ കൂടി സഞ്ചരിക്കുന്ന രാഹു സമ്മാനിക്കുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു. മൂന്നാമതായി, ഈ ശനി രാഹു സംയോഗത്താൽ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന രാശിക്കാർ മകരക്കൂറുകാരാണ്. ഉത്രാടം 3/4, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. മകരക്കൂറുകാരുടെ 3ാം ഭാവത്തിലാണ് ശനി രാഹു സംയോഗം നടക്കുന്നത്. 3ാം ഭാവം എന്നത് സഹോദരഭാവം, ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ശനി ഈ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം, സഹോദരഗുണം, സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, നേതൃഗുണം എന്നിവയെ എല്ലാം നൽകും. ഉണർവ്, ഓജസ്, ആത്മവിശ്വാസം, ആത്മബലം, ധൈര്യം എന്നിവയും 3ൽ കൂടി സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും. ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും. ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടും. ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി ഈ സമയത്ത് മാറും. കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടം നൽകും. കൂടാതെ ശാരീരികമായി നല്ല ആരോഗ്യപുഷ്ടി, മാനസികമായ സന്തോഷം, സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം, ബിസിനസ്സിൽ ലാഭം, കാര്യവിജയം, അഭീഷ്ടസിദ്ധി എന്നിവയെയും ഫലത്തിൽ വരുത്തും. ശനി എന്നത് മകരക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് നേട്ടങ്ങളുടെ തിളക്കത്തെ വർദ്ധിപ്പിക്കുന്നു. രാശ്യാധിപൻ ബലവാനാകുമ്പോൾ അത് ശരീരപുഷ്ടി, ശാരീരികവും മാനസികവുമായ സുഖം, യശസ്സ്, കീർത്തി എന്നിവയെ നൽകും. കുടുംബത്തിൽ സന്തോഷം, ഐക്യം, പിതൃസുഖം, സമാധാനം എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ഈ കൂറുകാരുടെ ധനാധിപനും ശനിയാകയാൽ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി, ധനലാഭം, ബിസിനസ്സിൽ പുരോഗതി, ലാഭം, ക്രയവിക്രയങ്ങളിൽ നിന്ന് ധനാഗമം എന്നിവയെ ധനാധിപനായ ശനി നൽകുന്നു. 3ാം ഭാവം എന്നത് രാഹുവിൻ്റെയും ഇഷ്ടഭാവമാകയാൽ 3ൽ കൂടി സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് ധനധാന്യ സമൃദ്ധികൾ, ഐശ്വര്യം, കുടുംബസൗഖ്യം, സുഖഭോഗങ്ങൾ, അംഗീകാരം, കീർത്തി എന്നിവയെ എല്ലാം നൽകും. ആത്മബലം, ആത്മവിശ്വാസം, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ചെറുത്ത് തോൽപ്പിച്ച് അവയെ അതിജീവിക്കാനുള്ള തൻ്റെ ഇടം, ചുറുചുറുക്ക് എന്നിവയെ എല്ലാം 3ൽ കൂടി സഞ്ചരിക്കുന്ന രാഹു ഇവർക്ക് നൽകും. കൂടാതെ ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, സമൂഹത്തിൽ സൽപ്പേര്, നായക പദവി എന്നിവയും രാഹു ഈ കൂറുകാർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു. അപ്പോൾ മാർച്ച് 29 മുതൽ മെയ് 17 വരെയും
ശനിയും രാഹുവും യോഗം ചെയ്ത് നീണ്ട 50 ദിവസങ്ങൾ ഒരേ രാശിയിൽ, അതായത് മീനരാശിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി മേൽപ്പറഞ്ഞ 3 രാശിക്കാർക്കും അതിലെ 9 നക്ഷത്രക്കാർക്കും ഇരുഗ്രഹങ്ങളും ചൊരിയുന്ന അനുഗ്രഹങ്ങൾ സൗഭാഗ്യമായും നേട്ടമായും ധനലാഭമായും ഊർജമായും എല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം കൈവരുന്നു. ഓരോ ജാതകത്തിലെയും ശനി, രാഹു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതി, ബലം എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതും ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.